പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. നമ്മുടെ ഒരു മുൻമന്ത്രി സമീപകാലത്ത് ടേം വ്യവസ്ഥയിൽ രാജിവെച്ച മുൻമന്ത്രി ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറിൽ പങ്കുവച്ചതാണ്. ഇപ്പോൾ 220B പ്രകാരം 6 മാസം സാധാ തടവ്, 201 പ്രകാരം 3 വർഷം സാധാ തടവും, 193 പ്രകാരം 3 വർഷം സാധാ തടവും, 455 പ്രകാരം 5 വർഷം സാധാ തടവും എന്നടക്കമുള്ള കോടതിയുടെ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ ജിബിൻ ജെബിയും ആർ അനന്തകൃഷ്ണനും പങ്കുവയ്ക്കുന്നു. അനന്തൻ, മുൻമന്ത്രിക്ക് ആന്റണി രാജുവിന്റെ ശിക്ഷ എന്താണ്? രതീഷ്, തൊണ്ടി മുതൽ തട്ടിപ്പ് കേസിൽ ആന്റണി രാജുവിനും കൂട്ടുപ്രതി KS ജോസിനും ശിക്ഷ വിധിച്ചിരിക്കുന്നു. 5 വർഷം സാധാരണ, അതായത് 5 വർഷം വെറുന്തളവിനാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഓരോ വകുപ്പിലും ഓരോ ശിക്ഷയാണ് വിധിച്ചുകൊണ്ടിരിക്കുന്നത്. വിധി പറയുകയാണ് കോടതി. അതിൽ 455 പ്രകാരം 5 വർഷം വെറുന്തടവാണ്, 193 പ്രകാരം 3 വർഷം വെറുന്തടവ് പറഞ്ഞിട്ടുണ്ട്, 201 പ്രകാരം 3 വർഷം വെറുന്തടവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 220B പ്രകാരം 6 മാസം വെറും 120B, അത് 120B ആയിരിക്കണം, ഗൂഢാലോചനയായിരിക്കണം. അതിൽ 6 മാസം വെറും തടവ്. 1-ാം പ്രതിക്കും 2-ാം പ്രതിക്കും 3 വർഷം തടവ് എന്നുള്ളതാണ്, തടവ് ശിക്ഷ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ വകുപ്പ് പ്രകാരം മൊത്തം 8 കുറ്റങ്ങൾ ഉണ്ടായിരുന്നതിൽ 5 കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ഈ 5 കുറ്റങ്ങളിലും ഉള്ള ഓരോ വകുപ്പിലും അനുഭവിക്കേണ്ടുന്ന ശിക്ഷയാണ് കോടതി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കോടതി മാക്സിമം തടവ് എത്രയാണെന്ന് പറയും. അതനുസരിച്ച് 1-ാം പ്രതിക്കും 2-ാം പ്രതിക്കും 3 വർഷം തടവ്. കുറെ കൂടി ക്ലാരിറ്റി വരുന്നു എന്ന് തോന്നുന്നല്ലേ? ഓരോ വകുപ്പിലെയും ശിക്ഷാവിധി വന്നുകൊണ്ടിരിക്കുകയാണ്. 1-ാം പ്രതിക്കും 2-ാം പ്രതിക്കും 3 വർഷം തടവ്. അതാണോ പരിപൂർണമായി അനുവദിക്കേണ്ടത്? അതെ, കോടതിയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1ഉം 2ഉം പ്രതി, 2 പ്രതികളെ ഈ കേസിലുള്ള ആന്റണി രാജുവും KS ജോസുമാണ്. 2 പേർക്കും 3 വർഷം തടവ്. അത് ഏത് കുറ്റത്തിനാണ് എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. കാരണം മൂന്ന് കുറ്റങ്ങൾക്കായിട്ട് 6 മാസം തടവും 3 വർഷം വീതം തടവുമുണ്ട്. 5 വർഷം തടവ് 455 വകുപ്പ് പ്രകാരമാണ് നൽകിയിരിക്കുന്നത്. ഇനി 409 വകുപ്പ് പ്രകാരം ശിക്ഷാവിധി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതാണ് ഒരു സാങ്കേതിക തടസ്സമായി നിലനിൽക്കുന്നത്. അത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഏതായാലും ആന്റണി രാജുവിന് തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തൊണ്ടി മുതൽ ക്രമക്കേടിൽ മുൻമന്ത്രി ആന്റണി രാജുവിനും കൂട്ടുപ്രതി ജോസിനും തടവ് ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രതീഷ്, 1990 ഏപ്രിൽ 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 2 പാക്കറ്റ് ലഹരി മരുന്നുമായി എത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ വേണ്ടി തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി എന്നതാണ് കേസ്. വളരെ പ്രമാദമായ കേസാണ്. ആ കാലത്ത് ചില മലയാള സിനിമകളിൽ പോലും ഈ അടിവസ്ത്രത്തിന്റെ വലിപ്പം ചെറുതാക്കി തൊണ്ടി മുതലിൽ മാറ്റം വരുത്തുമൊക്കെ വലിയ കഥയായി മാറിയിരുന്നു. കേരളമാകെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ആ കേസിന്റെ ഗ്രാവിറ്റി കുറഞ്ഞു എന്നൊരു തോന്നൽ കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടായി കോടതിയിൽ ഈ കേസിന്റെ വാദം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ കോടതിയിൽ അസാധാരണമായി ഒരു കേസ് നീണ്ടുപോയതിന്റെ കഥ കൂടിയാണ് ഈ ആന്റണി രാജുവിനെതിരായ കേസ്. 3 പതിറ്റാണ്ടിന് ശേഷമാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. 1-ാം പ്രതി KS ജോസും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി. 2-ാം പ്രതിയാണ് ഈ കേസിൽ മുൻമന്ത്രി ആന്റണി രാജു. 2 പാക്കറ്റ് ലഹരി മരുന്ന് ഒളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ ഓസ്ട്രേലിയൻ പൗരനെ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു അടിവസ്ത്രത്തിൽ കൃത്രിമം കാട്ടി രക്ഷിച്ചത്. പക്ഷേ പിന്നീട് മറ്റൊരു കേസിൽ പിടിയിലായപ്പോൾ ഇന്റർപോളിന് അയാൾ നൽകിയ വിവരമനുസരിച്ച്, ഇന്റർപോളിന്റെ കണ്ടെത്തൽ അനുസരിച്ചാണ് ഇങ്ങനെ ഒരു സഹായം കേരളത്തിലൊരു അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നതും അക്കാര്യത്തിൽ ഇന്ത്യയുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതും ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തപ്പോൾ